കോളിഫ്ലവർ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു കോളിഫ്ലവർ എടുത്ത് ചെറുതായി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നേരം വെച്ചു. ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇതിൽ നിന്നും കോളിഫ്ലവർ കോരിയെടുത്ത് അതിലേക്കിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് വാങ്ങി ഒരു പാത്രത്തിലേക്ക് ഇടണം. ഇനി അതിലേക്ക് മസാല തയ്യാറാക്കണം. അതിനായി സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി എടുക്കണം. കുറച്ച് നേരം ഇങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് സവാള നിറം മാറുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. ഗരം മസാലപ്പൊടി 3/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ പൊടിച്ചെടുത്ത പൊടിയാണത്. മുഴുവൻ മസാല മേടിച്ച് പൊടിച്ചിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 3/4 ടീസ്പൂണ് മസാലപ്പൊടിയും 1.5 ടീസ്പൂണ് മുളക് പൊടിയും 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ തീ ചെറുതാക്കി വെക്കണം. മുളക് പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് അതിടാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. എല്ലാ മസാലയും കൂടെ നന്നായി തിളച്ച് മിക്സായതിന് ശേഷം അതിലേക്ക് കോളിഫ്ലവർ ചേർക്കണം. കോളിഫ്ലവർ വെന്ത് കഴിഞ്ഞിട്ടില്ല. ഈ മസാലയിലിട്ടാണ് നന്നായി വേവേണ്ടത്. ഒന്നും കൂടെ ഒരു 5-10 മിനിറ്റ് നേരം വേവിച്ചിട്ട് എടുക്കാം. വെന്തതിന് ശേഷമുള്ള വീഡിയോ ഞാനിവിടെ എടുക്കാൻ വിട്ടുപോയി. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.